സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുമ്പോഴും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടപ്പാക്കി UDF സർക്കാർ. വൈകുന്നേരം 6-നും 12-നും ഇടയിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ പല ജില്ലകളിലും വൈദ്യുതി തടസ്സമുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ മഴ കിട്ടിയില്ല എന്നും രാജ്യവ്യാപകമായി വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നുമാണ് KEBയുടെ വാദം. എന്നാൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മുൻകൂട്ടി കാണാനായില്ല എന്നതിനും പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാനായില്ല എന്നതിനും വ്യക്തമായ മറുപടി KEB നൽകുന്നില്ല. നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞ PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പദ്ധതിയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി 4-അംഗ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഉപസമിതി രൂപീകരിച്ച വിവരം ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. മുൻപ് പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന UDF മുന്നണി ഈ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ 1 രൂപ പോലും കൈപ്പറ്റിയിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തികച്ചും വസ്തുതാവിരുദ്ധമാണെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. PM-ശ്രീ പദ്ധതിക്കായി സ്കൂളുകളുടെ ലിസ്റ്റ് നൽകുകയോ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് അനുകൂലമായ കത്തുകൾ അയക്കുകയോ ചെയ്തിട്ടില്ല. പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കേരളത്തിന് താല്പര്യമില്ലെന്ന് കേന്ദ്രത്തെ കത്തുമാർഗം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളതാണ്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ പദ്ധതിയുടെ ഫണ്ട് വാങ്ങിയെന്ന മുഖ്യമന്ത്രിയുടെ വാദം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം ആരോപിച്ചു. തൃണമൂൽ കോൺഗ്രസിലും ശിവസേനയിലും ഉടലെടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് പിന്നാലെ ഉത്തർപ്രദേശിലും വൻ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് അരങ്ങൊരുങ്ങുന്നു. മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് നേതൃത്വം നൽകുന്ന സമാജ്വാദി പാർട്ടി പിളർപ്പിന്റെ വക്കിലെന്ന് സൂചന. BJPയുടെ പിന്തുണയോടെ പാർട്ടിയിൽ വലിയൊരു വിമത നീക്കം സജീവമാണെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഉത്തർപ്രദേശ് മന്ത്രിയും NDA സഖ്യകക്ഷിയുമായ ഓം പ്രകാശ് രാജ്ഭറാണ് പ്രതിപക്ഷ ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തെ മഴ സാധ്യത പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന പിളർന്നതായി റിപ്പോർട്ടുകൾ. പാർട്ടിയുടെ 9 ലോക്സഭാ അംഗങ്ങളിൽ 6 പേർ പ്രത്യേക ഗ്രൂപ്പായി പിരിഞ്ഞ് ലോക്സഭാ സ്പീക്കർ ഓം ബിർലയ്ക്ക് കത്ത് നൽകി. ഇവർ സ്പീക്കറെ കണ്ട് കത്ത് സമർപ്പിച്ചതായാണ് വിവരം. ഈ 6 MPമാരും ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയിൽ ചേരുമെന്നാണ് സൂചനകൾ. ലോക്സഭയിൽ ശിവസേന താക്കറെ വിഭാഗത്തിന് ആകെ 9 MPമാരാണുള്ളത്. 6ാം ലോകകപ്പ് പോരാട്ടത്തിന് അർജന്റീനയ്ക്ക് ഉജ്ജ്വല വിജയം. മെസ്സിയുടെ 3 മാന്ത്രിക ഗോളുകളിലൂടെയാണ് അർജന്റീന വിജയം നേടിയത്. കാൻസാസ് സിറ്റിയിലെ ആരോഹെഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ അൾജീരിയക്കെതിരെ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ അർജന്റീന 1 ഗോളിന് മുന്നിലായിരുന്നു. കരിയറിലെ 200ാം അന്താരാഷ്ട്ര മത്സരമെന്ന അപൂർവ നാഴികക്കല്ലിന് പിന്നിട്ട നായകൻ ലയണൽ മെസ്സി ഈ മത്സരത്തിലൂടെ നിരവധി റെക്കോർഡുകളാണ് സ്ഥാപിച്ചത്. മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനവുമായി വീണ്ടും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലീഗ് വർഗീയമായി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും അവരുടെ ജനപ്രതിനിധികളും പേഴ്സണൽ സ്റ്റാഫുകളും അവർ ഭരിക്കുന്ന വകുപ്പുകളിലെ പ്രധാന തസ്തികകളിൽ ഇരിക്കുന്നവരും അതിന്റെ തെളിവാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി US-ഉം ഇറാനും സമാധാന കരാറിൽ ഒപ്പുവെച്ചാലും ഇന്ധന പ്രതിസന്ധി ഉടൻ നീങ്ങില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ഹോർമൂസ് കടലിലേക്ക് തുറന്നാലും ഇന്ത്യയിലെ LPG ലഭ്യതയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരും. ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഉൽപാദന കേന്ദ്രങ്ങളിൽ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നാശമുണ്ടായതായി എന്നതിനെ ആശ്രയിച്ചാകും തുടർന്നുള്ള ലഭ്യത ഉറപ്പാക്കാനാകുക. ഇത് LPG വിലയെയും ബാധിക്കുമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിന്റെ ന്യൂനപക്ഷ സമുദായങ്ങളിലുള്ളവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനകൾ വിവാദമാകുന്നു. മന്ത്രിയുടെ വിവാദ പരാമർശങ്ങളിൽ പ്രതിപക്ഷം പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മനുഷ്യാവകാശ സംഘടനകൾ വിമർശനങ്ങളും ആശങ്കയും പങ്കുവച്ചു. സമൂഹ മാധ്യമങ്ങളിലും പരാമർശങ്ങൾ ചർച്ചയായി. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്ന് പറയുന്നത് ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മതിപ്പ് കുറയ്ക്കുന്നുവെന്നായിരുന്നു റിജിജുവിന്റെ വിവാദ പരാമർശം.
ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.